നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ ഉത്സവങ്ങളും ആഘോഷങ്ങളും ആചരണങ്ങളും ഒക്കെ മനുഷ്യ നന്മയ്ക്കായിട്ടുള്ളവയാണ്. ഓണം വരികയാണ്. അത്തം മുതൽ തിരുവോണം വരെ 10 ദിവസം നമ്മൾ ആഘോഷിക്കുകയാണ്. എന്നാൽ ആഘോഷം മാത്രമല്ല, ആത്മീയതയും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഉത്സവങ്ങൾക്ക് പൂർണ്ണത ഉണ്ടാവുകയുള്ളൂ. ഓണം എന്നുള്ളത് ആഘോഷിക്കാൻ മാത്രമുള്ളതല്ല. നമ്മുടെ ആത്മീയ ചൈതന്യത്തിന്, നമ്മുടെ ശരീരത്തിന്റെ മനസ്സിന്റെ ചൈതന്യ വർധനവിന് വേണ്ട തേച്ചുമിനുക്കലുകൾ നടത്തേണ്ട കാലം കൂടിയാണ്. നമ്മുടെ പൂർവികർ അങ്ങനെയാണ് ഈ ആഘോഷങ്ങളെല്ലാം സംഘടിപ്പിച്ചിട്ടുള്ളത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇന്ന് ഓണവും വിഷുവും മറ്റും വെറും ആഘോഷങ്ങൾ മാത്രമാണ്. അക്ഷയ തൃതീയ പോലെയുള്ള ദിവസങ്ങളിൽ പണം ചിലവാക്കി സ്വർണം വാങ്ങിക്കൂട്ടുക എന്നുള്ളത് മാത്രമാണ്. എന്നാൽ ആ നല്ല ദിവസം, ആ ദിവസത്തിന്റെ പ്രത്യേകത അനുസരിച്ച് ആത്മീയമായിട്ടുള്ള നമ്മുടെ ചൈതന്യ വർധനവിന് ഉതകുന്ന കാര്യങ്ങൾ കൂടി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അത് വഴി ആത്മീയമായിട്ടുള്ള പുരോഗതിയും ഭൗതികമായിട്ടുള്ള നേട്ടവും ഉണ്ടാകും. ഇത് നമ്മുടെ പൂർവികർ നിശ്ചയിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന ഓണം, അത്തം മുതൽ തിരുവോണം വരെയുള്ള ദിവസങ്ങളിൽ അതാത് ദിവസത്തിന്റെ പ്രത്യേകത അനുസരിച്ച് നമ്മുടെ ആത്മീയമായിട്ടുള്ള ചൈതന്യ വർധനവിന് വേണ്ട ആധ്യാത്മിക കാര്യങ്ങളെ, അതായത് മന്ത്രജപം, ദിവസത്തിന്റെ പ്രത്യേകത അനുസരിച്ചുള്ള ആചാരങ്ങൾ, ഇവയൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. അതുവഴി ജീവിതത്തിൽ ഉന്നത വിജയവും നേട്ടങ്ങളും ഐശ്വര്യവും ഒക്കെ കരസ്ഥമാക്കാനായിട്ട് സാധിക്കും. വരുന്ന ഒരു വർഷക്കാലത്തെ ഐശ്വര്യത്തിന് ഈ ഓണക്കാലത്ത് ചെയ്യേണ്ട ചില കാര്യങ്ങളെ, ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളെയാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. അതായത് പ്രത്യേക രീതിയിൽ ഉപാസന നടത്തിക്കൊണ്ട് മന്ത്രജപങ്ങളും ചില ആധ്യാത്മിക പൊടിക്കൈകളിലൂടെയും ഒക്കെ നമുക്ക് നമ്മുടെ ഐശ്വര്യത്തെ വർദ്ധിപ്പിക്കാനാകും. നമുക്ക് ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളെ ഓരോന്നോരോന്നായിട്ട് പരിശോധിക്കാം. ആദ്യം നമുക്ക് അത്തം ദിവസത്തിൽ, അത്തം നാളിൽ ചെയ്യേണ്ട കർമ്മങ്ങളെ പരിചയപ്പെടാം. ഇത്തവണ അത്തം 6/9/2024 വരുന്നത്. വെള്ളിയാഴ്ച ദിവസമാണ് അത്തം നക്ഷത്രം. പൊതുവെ ഓണക്കാലത്ത് നമ്മുടെ ഇഷ്ടദേവതാ ക്ഷേത്രത്തിലും കുടുംബ ദേവതാ ക്ഷേത്രത്തിലും ദർശനം നടത്തി ശക്തിയുക്തം വഴിപാടുകളെ ചെയ്യുന്നത് കൂടുതൽ ഗുണഫലത്തെ നൽകും. ഓണത്തിന്റെ 1-ാം ദിവസം, അതായത് അത്തം നാളിൽ വെള്ളിയാഴ്ച ദിവസത്തെ ഗുണവർദ്ധനവിനായിട്ട് പ്രത്യേകമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെ നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. അന്നേ ദിവസം കാലത്ത് ഗണപതി മന്ത്രം ജപിക്കുന്നത് ഉത്തമമാണ്. സമസ്തലോകശങ്കരം നിരസ്ത ദൈത്യ കുഞ്ചരം ദരേതരോദരം വരം വരേ ഭവക്ത്രമക്ഷരം കൃപാകരം ക്ഷമാകരം മുദാകരം യശസ്കരം മനസ്കരം നമസ്കൃതാം നമസ്കരോമി ഭാസ്വരം. ഇത് ശങ്കരാചാര്യ കൃതിയാണ്. ഈ മന്ത്രത്തെ അത്തം നക്ഷത്രത്തിന്റെ അന്ന് കാലത്ത് ആദ്യത്തെ കാലഹോരയിൽ, അഥവാ സൂര്യോദയത്തിന് ശേഷമുള്ള ആദ്യത്തെ 1 മണിക്കൂറിനുള്ളിൽ ജപിക്കുകയാണെങ്കിൽ അത് ഉത്തമമാണ്. വെള്ളിയാഴ്ച ആയതുകൊണ്ട് ചാരനിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ശുഭമാണ്. വെളുത്ത നിറവും ശുഭമാണ്. എന്നാൽ അന്നേ ദിവസം ചുവപ്പ് വസ്ത്രങ്ങൾ ഒഴിവാക്കുക. വെള്ളിയാഴ്ച ദിവസമായതുകൊണ്ട് ശുക്രന്റെ മന്ത്രങ്ങൾ ജപിക്കുന്നതും ഉചിതമാണ്. ഹിമകുന്ദ മൃണാളഭം ദൈത്യാനാം പരമം ഗുരും സർവശാസ്ത്ര പ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം എന്ന മന്ത്രത്തെയും ആദ്യത്തെ കാലഹോരയിൽ, അഥവാ സൂര്യോദയത്തിന് ശേഷം ആദ്യത്തെ 1 മണിക്കൂറിനുള്ളിൽ ജപിക്കുന്നതും വളരെ അനുകൂല ഫലത്തെ നൽകും. കൂടാതെ അന്നത്തെ ദിവസം ഉണക്ക മഞ്ഞൾ ഒരു ഗ്ലാസ്സിൽ വെള്ളമൊഴിച്ച് അതിലിട്ട് പ്രധാന വാതിലിന് സമീപത്തായിട്ട് വയ്ക്കുന്നതും ഗൃഹത്തിൽ ഐശ്വര്യത്തെ നൽകുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് അത്തം നക്ഷത്രത്തിന്റെ അന്ന്, അതായത് ഓണത്തിന്റെ 1-ാം ദിനം നിങ്ങൾ ആധ്യാത്മികമായിട്ടുള്ള പുരോഗതിക്കും അതുവഴി ഭൗതിക നേട്ടങ്ങൾക്കുമായിട്ട് ചെയ്യേണ്ടത്. അടുത്ത നമുക്ക് 2-ാം ദിവസത്തെ കാര്യം നോക്കാം. 2-ാം ദിവസം ശനിയാഴ്ചയാണ്. 7/9/2024. അന്ന് ചിത്തിര നക്ഷത്രമാണ്. ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പ്രത്യേകമായിട്ട് ദർശനം നടത്തുന്നത് നല്ലതാണ്. നീരാഞ്ജനം, എള്ളുപായസം ഇവയൊക്കെ നമുക്ക് നടത്താവുന്നതാണ്. കൂടാതെ ഗണപതി ഹോമത്തിൽ ഭാഗ്യസൂക്ത മന്ത്രം ജപിച്ചുകൊണ്ട് നെയ്യ് ഹോമിക്കുന്നതും വിശേഷമാണ്. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നവരാണെങ്കിൽ പിൻവിളക്ക്, ധാര എന്നീ വഴിപാടുകളെ നടത്തുന്നതും ശ്രേയസ്കരമാണ്. അന്നത്തെ ദിവസം ആദ്യത്തെ 1 മണിക്കൂറിനുള്ളിൽ, സൂര്യോദയം കഴിഞ്ഞ് 1 മണിക്കൂറിനുള്ളിൽ ശാസ്താവിന്റെ മന്ത്രത്തെ ജപിക്കുക. ധർമ്മശാസ്താവിന്റെ രജോ ഗുണത്തിലുള്ള ഒരു ധ്യാനത്തെ അതിനായിട്ട് പരിചയപ്പെടാം. തേജോ മണ്ഡലമധ്യകം ത്രിനയനം ദിവ്യാംബരാലങ്കൃതം ദേവം പുഷ്പശരേക്ഷു കാർമുകില സന്മാണിക്യ പാത്രാഭയം ബിഭ്രാണാം കരപങ്കജൈർ മദഗജ സ്കന്ദാതിരൂഢം വിഭും ശാസ്താരം ശരണം ഭജാമി സതതം ത്രൈലോക്യ സമ്മോഹനം എന്ന ധ്യാന മന്ത്രത്തെ അന്നേ ദിവസം കാലത്ത്
7:15 അതായത് ആദ്യത്തെ 1 മണിക്കൂറിനുള്ളിൽ ജപിക്കുക. അന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ശനിയുടെ മന്ത്രത്തെ ജപിക്കുന്നതും വിശേഷമാണ്. നീലാഞ്ജന സമാഭാസം രവിം പുത്രയമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തം നമാമി ശനൈശ്വരം എന്ന മന്ത്രത്തെ ജപിക്കുന്നതും ഐശ്വര്യദായകമാണ്. അന്നത്തെ ദിവസം ഐശ്വര്യത്തിനായി കറുപ്പ് വസ്ത്രം ധരിക്കാം, കടും നീല വസ്ത്രം ധരിക്കാം, എന്നാൽ ചുവപ്പ് വസ്ത്രം ഒഴിവാക്കുക. ലാൽ കിതാബിൽ പറഞ്ഞിട്ടുള്ള മറ്റൊരു പരിഹാരം കൂടി അന്നേ ദിവസം ചെയ്യുന്നത് ഉചിതമാണ്. ചന്ദനത്തിരി പനിനീരിൽ മുക്കി ഉണക്കിയെടുത്തതിനു ശേഷം അത് അന്ന് കാലത്തും രാത്രിയിലും അവരവരുടെ ഗൃഹത്തിൽ പുകയ്ക്കുന്നതും വളരെയേറെ ഗുണത്തെ നൽകും. ഇനി നമുക്ക് 3-ാം ദിവസത്തെ കാര്യം നോക്കാം. ചോതി നക്ഷത്രത്തിന്റെ അന്ന് ഓണം 3-ാം ദിവസം, അത് ഞായറാഴ്ചയാണ്. 8/9/2024 ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ശിവഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുന്നതും വിശേഷമാണ്. അന്നേ ദിവസം ചൊല്ലേണ്ട ശിവഭഗവാന്റെ മന്ത്രത്തെ പരിചയപ്പെടാം. ശിരോഗാംഗവാസം ജടാജൂഢഭാസം മനോജാതിനാശം സദാദിഗ്വികാസം ഹരം ചാമ്പികേശം ശിവേശം മഹേശം ശിവം ചന്ദ്രഭാലം ഗിരീശം പ്രണൗമി. ഈ മന്ത്രത്തെ ആദ്യത്തെ കാലഹോരയിൽ ജപിക്കുക. കാഷായ നിറവും ഓറഞ്ച് നിറവും അനുകൂലമാണ്, എന്നാൽ കറുപ്പ്, നീല തുടങ്ങിയ നിറങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. അന്നത്തെ ദിവസം ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ സൂര്യന്റെ മന്ത്രങ്ങൾ ജപിക്കുന്നതും അനുകൂലമാണ്. ഗ്രഹാണാം ആദിരാദിത്യോ ലോകരക്ഷണകാരക വിഷമസ്ഥാന സംഭൂതം പീഠാം ഹരതുമേ രവിഹി എന്ന മന്ത്രത്തെ അന്നത്തെ ദിവസം ആദ്യത്തെ 1 മണിക്കൂറിനുള്ളിൽ ജപിക്കുക. അന്നത്തെ ദിവസം കൈക്കുമ്പിളിൽ അല്പം തൈര് ഒഴിച്ച് അത് കുടിക്കുന്നത് ഉചിതമായിട്ട് പറയുന്നുണ്ട്. നമുക്ക് തൽക്കാലം ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ നിർത്താം. തുടർന്നുള്ള ദിവസങ്ങളിൽ ബാക്കി ദിവസങ്ങളിലെ വീഡിയോകളും ചെയ്യേണ്ട കാര്യങ്ങളുമായി നമുക്ക് വരാം. വീഡിയോയ്ക്ക് വളരെയേറെ ദൈർഘ്യം കൂടിയാൽ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാകും. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിശേഷങ്ങളും തുടർന്നുള്ള വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം. നമസ്കാരം. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്. ജാതകം, പ്രശ്നം, മുഹൂർത്തം തുടങ്ങി ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് നേരിട്ട് വരാവുന്നതാണ്. അതുകൂടാതെ ഓൺലൈൻ കൺസൾട്ടേഷൻ കൂടി ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ കുട്ടികളുടെ ജാതകം പരിശോധിച്ച് അവരുടെ വിദ്യാഭ്യാസം, അവരുടെ വിവാഹം, തൊഴിൽ എന്നീ കാര്യങ്ങൾ അറിയുന്നതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അതേപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും പൊരുത്തപരിശോധനയ്ക്കുമൊക്കെ ആയിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഗൃഹനിർമ്മാണം തുടങ്ങി നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങുകൾക്കൊക്കെ മുഹൂർത്തം കുറിക്കുന്നതിന് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. നേരിട്ടും ഓൺലൈൻ കൺസൾട്ടേഷനും ഉണ്ടാകുന്നതാണ്. ജാതകം എഴുതണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും നേരിട്ട് വിളിക്കാവുന്നതാണ്. ഓൺലൈനായിട്ട് അയച്ചും കൊടുക്കുന്നതാണ്. കമ്പ്യൂട്ടർ ജാതകം തയ്യാറാക്കിയും നൽകുന്നതാണ്. നിങ്ങളുടെ ഏത് പ്രശ്നങ്ങളും പ്രശ്നചിന്തയിലൂടെ കാരണം കണ്ടെത്തി പരിഹാരം നിർദ്ദേശിച്ചു തരുന്നതാണ്. കൂടാതെ വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ടൈറ്റിൽ 1 കൺസൾട്ടേഷൻ ചെയ്യുന്നതാണ്. അതുകൂടാതെ തന്നെ ഓൺലൈനായിട്ടും കൺസൾട്ടേഷൻ ചെയ്യുന്നതാണ്. ഏത് ജ്യോതിഷം, വാസ്തു തുടങ്ങി ഏത് വിഷയങ്ങൾക്കും നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. ഓൺലൈനായിട്ടും നേരിട്ടും ബന്ധപ്പെടാവുന്നതാണ്. എന്റെ സേവനം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. നമസ്കാരം.